ആസ്റ്റർ മിംസ് കണ്ണൂർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എല്ലാം ഞാൻ തന്നെയായിരുന്നു. എനിക്കൊരു ദിവസം ഒരു 400 ഫോൺ കോൾസ് വരും. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യും. എൻ്റെ ഡോക്ടർ ആസാദ് പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളിക്ക് ഏതാണ്ട് 37 ഹോസ്പിറ്റൽസും 250 or 300 ക്ലിനിക്സ് ഉണ്ട്. 5 ഫോൺ കോളിൽ കൂടുതൽ പുള്ളിക്ക് ഒരു ദിവസം വരികയാണെങ്കിൽ അത് പുള്ളിയുടെ ഇൻഎഫിഷ്യൻസി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പുള്ളി ഉദ്ദേശിച്ചത് വെച്ചാൽ ഡെലിഗേറ്റ് ചെയ്യണം. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ആ ഒരു പാഠം പഠിപ്പിച്ചെന്നാണ് ഹൗ ടു ഡെലിഗേറ്റ്. ഐഡന്റിഫൈ യുവർ സ്ട്രോങ് ലീഡേഴ്സ്, ഐഡന്റിഫൈങ് സ്ട്രോങ് ലീഡേഴ്സ് ആൻഡ് ഡെലിഗേറ്റ് വർക്ക് ടു ദം. അത് എനിക്ക് നന്നായിട്ട് ആസ്റ്ററിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാനന്ന് ആസ്റ്ററിൽ 7 ഹോസ്പിറ്റൽസിന് ചാർജ് ആയിരുന്നു. അതിന് പുറമെ ഏതാണ്ട് 200ഓളം ലാബ് ഉണ്ടായിരുന്നു, ഏതാണ്ട് 300ഓളം ഫാർമസീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു ലീഡർഷിപ്പ് റോളിൽ അതിന് ആരാണോ കഴിവുള്ള ആൾക്കാരെ, അതൊരു സീനിയറോ ജൂനിയറോ എന്നല്ല, ഏറ്റവും കഴിവുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് നമ്മുടെ തോട്ട് പ്രോസസ്സ്, ഇപ്പോൾ ഡോക്ടർ ആസാദിൻ്റെ തോട്ട് പ്രോസസ് ആയിരിക്കും ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, എൻ്റെ തോട്ട് പ്രോസസ് ആയിരിക്കും എൻ്റെ താഴെയുള്ള ആൾക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പറ്റും. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ മാറുമ്പോൾ തന്നെ എനിക്കൊരു പുതിയൊരു ടീം മെമ്പേഴ്സിനെ ഞാൻ ഉണ്ടാക്കി. അത് നമ്മുടെ കൂടെ മുന്നേ വർക്ക് ചെയ്ത ആൾക്കാരല്ലാത്ത പോലും ടീം മെമ്പേഴ്സ് നന്നായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരെ മോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതേ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇവിടെയും ഉണ്ട്. കാരണം ഡെലിഗേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ഗ്രൗണ്ടിൽ ഇംപ്ലിമെൻ്റ് ആവുകയും ചെയ്യും.